നമസ്കാരം. നാട്ടിൽ നടക്കുന്ന അനീതികളെ ചൊറിഞ്ഞ് മാന്തിയെടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന നേരെ വാ വളഞ്ഞും തിരിഞ്ഞും എങ്ങോട്ടെങ്കിലും പോയെന്ന ചാനൽ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ സ്കൂൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരു കാര്യവുമില്ലാതെ പട്ടികളെ പോലെ തല്ലിമേടിച്ച് ആരെയൊക്കെയോ കാലുപിടിച്ച് MLA ആയ കുണ്ടറയുടെ സ്വന്തം പറങ്ങാണ്ടി ശശി, പരിഞ്ഞാൻ തോട്ടത്തിൽ ശശി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം പരിഞ്ഞാൻ തോട്ടത്തിൽ ശശിയെ. അടുത്ത വ്യക്തിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കവിയും ചിത്രകാരനും നല്ലൊരു നിരൂപകനുമായ, മാത്രമല്ല നല്ലൊരു അസുഖക്കാരനും ഈയിടയ്ക്ക് തക്കുടുമുണ്ടൻ അവാർഡ് അർഹനായ ശ്രീമാൻ കുട്ടനാട് ഗോപി. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി. നമസ്കാരം സാർ. ഇതെന്താ സാറിന് ഇത്ര ഒരു നീട്ടം? ചെറുതായിട്ടൊന്ന് കീറിപ്പോയതാ. ഓക്കെ, എന്തായാലും ശരി, നമുക്ക് ചർച്ച ആരംഭിക്കാം. ഈ ചർച്ച തുടങ്ങുന്നതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? അത് ഒരു മാപ്പ് പറഞ്ഞിട്ട് ഈ ചർച്ച തുടങ്ങിയാൽ മതി. മാപ്പോ? എന്തിനാണ് മാപ്പ്? ഞാൻ ഈ സ്റ്റുഡിയോയിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ വെള്ളിമൂങ്ങ അല്ലെങ്കിൽ ഈ ചെമ്പരിയാട്, ചെമ്മരിയാടാ, കുട്ടനാട്, ഇവന്റെ പേരെന്തുവാന്ന് പറ. കുട്ടനാട്. ഈ കുട്ടനാട് ഇവൻ എന്റെ മുഖത്ത് നോക്കി എന്നെ കൊരങ്ങാന്ന് വിളിച്ചു. അതിന് മാപ്പ് പറഞ്ഞിട്ട്, പൊതുമാപ്പ് പറഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങാൻ ഇല്ല. ഞാനില്ല, ഞാൻ പോകും. വളരെ 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 മോശമായൊരു പ്രവണത. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി കൊരങ്ങ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് വളരെ മോശമല്ലേ ഇത്? മോശം. സത്യം, ഞാൻ ചെയ്ത തെറ്റാണ്. സത്യമായിട്ട് മോശമായി പോയി. ആ തെറ്റും മനസ്സിലാക്കിയാൽ മതി. ഇനി കുഴപ്പമൊന്നുമില്ല, മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല. നിന്നെ ഞാൻ അങ്ങനെ വിളിക്കൂടാ മരപ്പട്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ചാനൽ ചർച്ച ആരംഭിക്കാം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീമാൻ ഗോപിയുടെ കവിത അവാർഡിൽ നിന്നും നിരസിച്ചു എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചാനൽ ചർച്ച വെക്കുന്നത്. ഗോപി, താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ഉറക്കം ഒഴിഞ്ഞ് എഴുതിയ ഒരു കവിതയാണ്. ആ കവിത ഞാൻ ഇങ്ങനെ വിളിച്ച് കൊടുത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ, ഗോപി നീ പെട്ടെന്ന് വാ, നിനക്ക് അവാർഡുണ്ട്, എത്രയും പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഞാൻ ആട്ടോയും വിളിച്ച് നേരെ അവിടെ ചെന്നപ്പം എന്റെ അവാർഡ് അവര് നിരസിച്ചു. ആ അവാർഡിൽ ഈ നിൽക്കണ ഇവൻ ജൂറി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഗോപിയിലേക്ക് വരാം. ഞാൻ ചോദിച്ചോട്ടെ, ഗോപി പറയുന്നത് പോലെ താങ്കൾ ജൂറി ആയിരുന്നോ? ഞാൻ രാവിലെ ജൂറിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കവിത കിട്ടുന്ന സമയം വരെ ഞാൻ ജൂറിയായിരുന്നു. ഉച്ച വരെ ഞാൻ ജൂറിയായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ആരൊക്കെ ജൂറിയായിരുന്നു എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ അത്രയ്ക്ക് മോശമായിരുന്നു ആ കവിത എന്നാണ് താങ്കൾ പറയുന്നത്? അതെ, അത്രയ്ക്ക് മോശമായിരുന്നു ആ കവിത. അദ്ദേഹം തന്നെ പറയട്ടെ, അത്രയ്ക്ക് മോശമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രേക്ഷകർക്ക് വേണ്ടി ആ കവിത ഒന്ന് കേട്ടതിന് ശേഷം ബാക്കി ചർച്ചയിലേക്ക് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എന്റെ കള്ളത്തരം കേട്ടിട്ടുണ്ടോ? ആ സ്റ്റുഡിയോ വന്നിരുന്ന് കള്ളത്തരം പറഞ്ഞാൽ അതല്ലെന്ന്. കള്ളത്തരം എന്ന് പറഞ്ഞ എന്റെ കവിതയുടെ പേരായിരുന്നു. ആ കവിതയുടെ രണ്ടുപേരും ഞാൻ ഇവിടെ ഒന്ന് പാരായണം ചെയ്യാം. ജനിച്ചു വീണപ്പോൾ നേഴ്സു പറഞ്ഞു ഇവനൊരു കള്ളച്ചെറുക്കനാണെന്ന്. അങ്കനവാടിയിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പുമാവെടുത്തോണ്ടോടിയപ്പോൾ ഉപ്പുമാവ് വെക്കുന്ന ചേച്ചി പറഞ്ഞു, പിടിയടാ ഉപ്പുമാവ് കള്ളനെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കാമുകിയുമായി ഞാൻ മറൈൻ ഡ്രൈവിൽ ഒരു കുടക്കീഴിലിരുന്നപ്പോൾ കാമുകി എന്നോട് പറഞ്ഞു, പോട കള്ള, എനിക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ഇമാതിരി കവിതയാണ് ഇയാൾ ചൊല്ലിയത്. ബോയിൽഡ് പോയം. കേക്കടാ, പറഞ്ഞ കേട്ടാ. പുഴുങ്ങിയ കവിത. ഈ പുഴുങ്ങിയ കവിതയ്ക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവാർഡ് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പറയാം, ഇയാൾക്ക് ചരിത്രത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തോണ്ട്. ചരിത്രത്തിൽ ആരെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കാം. ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്. ഇയാളുടെ പരിപാടി നടക്കൂല. അപ്പോ ശശി ഉന്നയിക്കുന്നത് താങ്കൾക്ക് ചരിത്രത്തെ പറ്റി ഒരു ബോധവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്തിക്കര പക്കി ആരെ പൊക്കിന്നോ? പാലത്തിന്റെ അടിയിലാണെങ്കിൽ അങ്ങോട്ട് പോരുത്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇത്തിക്കര പാലത്തിന്റെ അടിയിൽ നിന്ന് ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു, കരിമീന്റെ കണ്ണീരെന്ന് പറഞ്ഞ കവിത. അങ്ങനെ എന്നെ പോലീസ് നോക്കി അവിടെ ആ പാലത്തിന്റെ അടിയിലോട്ട് പോരുത്, വേറെ എങ്ങോട്ടെങ്കിലും പോ. അതൊക്കെ പോട്ടെ, കുണ്ടറ വിളംബരം. കുണ്ടറ ഞാൻ പോയിട്ട് കുറെ നാളായി. കുണ്ടറ ഞാൻ ഇപ്പൊ പോകണമില്ല. പിന്നെ അല്ലാതെ കുണ്ടറ പോകണം. ചരിത്രത്തെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്. ആറ്റിങ്ങൽ കലാപത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ പൊന്നു സുഹൃത്തെ, ആറ്റിങ്ങൽ കലാപം ഉണ്ടെന്ന് ഞാൻ അറിയില്ല. എനിക്ക് ആകപ്പാടെ എനിക്ക് അറിയാവുന്ന കലാപം എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാർ അവിടെ ഉണ്ട്. അവിടെ മാത്രമേ എനിക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് പറയണതിനാണ്. ഈ 5 തെങ്ങിനെ പറ്റി എന്താണ് താങ്കൾ പറയുന്നത്? 5 തെങ്ങ് ഉള്ളത് ഭാഗ്യം. എന്റെ വീട്ടിലാണെങ്കിൽ ആകെ 1 മൂട് തെങ്ങേ ഉള്ളൂ. തേങ്ങ ഇല്ലാതെ ഞാൻ കിടന്ന് ഓടുന്ന 5 ഭാഗ്യമാണ്. ഞാൻ ഗോപി ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ കുട്ടനാട് ഭാഗത്ത് നെൽകൃഷി നടത്തുന്നതിനിടയ്ക്ക് ഈ സാധനം എങ്ങനെ പിടിച്ചു വരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം. ഏത് കഞ്ചാവ്? അല്ലെങ്കിൽ ഇമ്മാരി വർത്താനം ഇയാൾ പറയത്തില്ലല്ലോ.
അറിയില്ലല്ലോ. എനിക്ക് അതാണ് സംശയം. ഇത് എങ്ങനെ വളർത്തുന്നു എന്നുള്ളതാ. നമുക്ക് ചർച്ചയിലേക്ക് വരാം. നീ വെള്ളി മുങ്ങ, നീ അവിടെ പോയി ഇത് കഴിഞ്ഞിട്ട് കശുവണ്ടി. ഓക്കെ എന്തായാലും നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ഒരു ഇടവേള അനിവാര്യമായി നിൽക്കുകയാണ്. ഷോർട്ട് ബ്രേക്ക്. സോറി കേട്ടോ, ഈ ക്യാമറ ഓണാക്കി വെച്ചോ എന്നെ വഴക്ക് പറഞ്ഞു. അതാണ് ഞാനോർത്തേ മറ്റേ തരാത്തോണ്ട് ചിലപ്പോ എന്റെ അടുത്ത് എന്റെ അടുത്ത് എനിക്ക് എന്തെടുത്ത് ഞാൻ തരാം കേട്ടോ, തരാന്നോളാം. അപ്പൊ നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് പോവാം. അല്ല എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണ്? ഞാൻ കാരണം എന്റെ കവിതാ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഛേ. ഞാൻ മരിക്കാൻ വരെ തീരുമാനിച്ച ആളാണ്. ഞാൻ എഴുതി ഓരോന്ന് വിടും, അവർ എന്നെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് വിടുകയും ചെയ്യും. ആവശ്യമില്ലാതെ മരിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാം. ഉള്ളട മൂശിയുടെ തലയുള്ളനെ തന്നെ ഞാൻ സത്യം ഞാൻ പറഞ്ഞ് ഇന്നാള് ഒരു കവിത എഴുതിയപ്പോ എനിക്ക് എന്നെ അവിടെ നിന്ന് ഒരുപാട് ഒരു വഴക്ക് പറഞ്ഞു. അപ്പോഴും ഞാൻ തൂങ്ങാൻ വേണ്ടി കയറിൽ കെട്ടി തൂങ്ങിടാം. കയറിട്ടാ എന്നിട്ട് നടന്നില്ലേ അത്? എടാ ഭയങ്കര വേദന ആയിരിക്കും കഴുത്തറൂലി. എനിക്കത് ഭയങ്കര അത് കഴിഞ്ഞ് ഞാൻ മരത്തിന്റെ മുകളിൽ കയറി ചാടാന്ന് വിചാരിച്ചു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. മരത്തിൽ കയറാൻ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ അത് വിട്ട്. പിന്നെ ഞാൻ ട്രെയിനിന്റെ മുമ്പ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ കയറി കിടന്നടാ. എന്തൊക്കെയാണ് കാണിക്കുന്നത്? സത്യം ഞാൻ മരിക്കാൻ വേണ്ടി കയറി കിടന്നപ്പോ നോക്കടാ വരണടാ ഒരു ട്രെയിൻ അടിച്ച് കത്തിച്ച് വരണം. ട്രെയിൻ ഓടും, ട്രെയിനിന്റെ അപ്പുറത്തെ സ്പീഡിൽ ഞാൻ ഓടി. കാരണം എനിക്ക് ഭയങ്കര പേടിയായി പോയി. മരിക്കാൻ താല്പര്യമില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്ത് എന്തുവാ? വിഷം കുടിക്കാം. എന്നിട്ട് വിഷം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഒരു കുപ്പിക്കകത്ത് വെള്ളത്തിൽ കലക്കി വിഷം എടുത്തിട്ടാണ് വന്നത്. അത് കുടിച്ച് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. എന്റെ മരണം ആ ചാനലുകാർ മൊത്തമൊക്കെ അറിയണം. തന്റെ വിഷമം. ഇയാൾ വിഷം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. എവിടെ വിഷം? എന്തേ ഇവിടെ വെച്ചിരുന്നു. എവിടെ? ഇതാ ചാനൽ ചർച്ചയിൽ എക്സ്ക്ലൂസീവ് ന്യൂസ്. ഇതാ ഇവിടെ വാ, എങ്ങോട്ടെങ്കിലും പോയെന്ന ചർച്ച ഇവിടെ അവസാനിക്കുന്നു. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോടാ. നമ്മുടെ ഈ ചാനലിന്റെ പേര് നേരെ പോന്നല്ലോ, നേരെ വളഞ്ഞു പോകുന്നല്ലേ? നേരെ പോയി വളഞ്ഞു പോയാലും പെട്ടെന്ന് എത്തൂല. നേരെ എന്നെ ആശുപത്രി കൊണ്ടുപോടാ. എന്റെ പുതിയ കവിതയ്ക്ക് ഒരു പേര് കിട്ടി. എന്തുവാ? അവതാരകന്റെ അന്ത്യം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.